ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം സർവേശ്വരൻ അതിശയകരമായി നമ്മളെ വഴി നടത്തിയതിന് ദൈവത്തിന് നന്ദി പറയുകയും നാളത്തെ വിശുദ്ധ ദിവസത്തിനായി നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം നിർബന്ധിതമായ കുരിശ് നൽകപ്പെടുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ദൈവ വചനങ്ങൾ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21-ാം വാക്യവും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 26-ാം വാക്യവും. വിശുദ്ധ മർക്കോസ് 15:21. അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ കിരേനക്കാരൻ ശിമയോൻ നാട്ടിൻ പുറത്തു നിന്നും വന്ന് അതിലെ കടന്നു പോവുകയായിരുന്നു. യേശുവിൻ്റെ കുരിശ് ചുമക്കുവാൻ അവർ അവനെ നിർബന്ധിച്ചു. വിശുദ്ധ ലൂക്കോസ് 23-ാം അധ്യായം 26-ാം വാക്യം. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തു നിന്നും ആ വഴി വന്ന ശിമയോൻ എന്ന ഒരു കിരേനക്കാരൻ പിടിച്ച് നിർത്തി കുരിശ് ചുമരിൽ വെച്ച് യേശുവിൻ്റെ പുറകെ ചുമന്നുകൊണ്ട് വരുവാൻ നിർബന്ധിച്ചു. കർത്താവ് കുരിശ് ചുമന്നുകൊണ്ട് വരുമ്പോൾ കർത്താവിനെ പരിഹസിച്ച് കടന്നുപോയവരുണ്ട്. കർത്താവിൻ്റെ സഹനം കണ്ടു നിൽക്കാൻ കഴിയാതെ അവിടുന്ന് ഓടി അകന്നവരുണ്ട്. കർത്താവിൻ്റെ സഹനം ദൂരത്ത് നിന്നും കണ്ടു നിന്നവരുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാതെ, കർത്താവിനെ പോലും അറിയാതെ അതുവഴി കടന്നുപോയ ഒരാളെ നിർബന്ധിച്ച് കർത്താവിൻ്റെ കുരിശ് ചുമരിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അത് ആണ് കിരേനക്കാരനായ ശിമയോൻ, അല്ലെങ്കിൽ കുറേനക്കാരനായ ശിമോൻ. ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആഗ്രഹിക്കാതെ, നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് പല നിർബന്ധിതമായ കുരിശുകൾ വരാറുണ്ട്. ഒന്ന് നമ്മുടെ രോഗമാണ്. രണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സാമ്പത്തിക ഞെരുക്കമാണ്. മൂന്ന് നമ്മുടെ കുടുംബത്തിലുണ്ടാകാവുന്ന ടെൻഷനുകളാണ്. ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നതല്ല. ഏതെങ്കിലും മനുഷ്യർ ആഗ്രഹിക്കാറുണ്ടോ എൻ്റെ കുടുംബത്തിൽ രോഗം വരണമെന്ന്, അല്ലെങ്കിൽ എനിക്ക് രോഗം വരണമെന്ന്, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തിക ഞെരുക്കം വരണമെന്ന്, എൻ്റെ കുടുംബത്തിൽ ടെൻഷൻ വരണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നതാണോ? നമ്മൾ ആഗ്രഹിക്കാതെ കടന്നു വരുന്ന കാര്യങ്ങളാണിത്. ഈ വചനം നമ്മളോട് പറയുന്നത്, ശിമയോനെ പോലെ നിർബന്ധിതമായ കുരിശ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, സന്തോഷപൂർവ്വം ആ കുരിശ് നമ്മൾ പുൽകുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കർത്താവിൻ്റെ കുരിശ് വഴി നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് മാത്രമല്ല, നമ്മുടെ തലമുറകൾക്ക് വരെ അത് അനുഗ്രഹം വരാമെന്നാണ് വചനം പറയുന്നത്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21-ാം വാക്യത്തിൽ ആദ്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ കിരേനക്കാരൻ ശിമയോൻ എന്നാണ്. കർത്താവിൻ്റെ കുരിശ് ചുമന്ന സമയത്ത് വഴിയെ പോയ ശിമയോനാണെങ്കിൽ, വചനം എഴുതിയ സമയത്ത് ശിമയോൻ്റെ മക്കളുടെ പേര് പറഞ്ഞാണ് ശിമയോനെ പരിചയപ്പെടുത്തുന്നത്. അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ കിരേനക്കാരൻ ശിമയോൻ എന്നാണ് പറയുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം, റൂഫസും അലക്സാണ്ടറും ഈ വചനം എഴുതിയ സമയത്ത് സഭയോട് ഒത്തിരി ചേർന്ന് നിന്നവരാണെന്ന്. ശിമയോൻ കുരിശ് ചുമന്നപ്പോൾ ശിമയോൻ്റെ തലമുറയെ വരെ ആ കുരിശിൻ്റെ അനുഗ്രഹം കടന്നുപോയി. നമ്മുടെ ജീവിതത്തിലും ഈ വചനം പഠിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. നമ്മൾ സന്തോഷപൂർവ്വം നമ്മുടെ നിർബന്ധിത കുരിശുകൾ നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മളും നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. രണ്ടാമതായി പറയുന്ന കാര്യം, വിശുദ്ധ ലൂക്കോസ് 23-ാം അധ്യായം 26-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന അവസാന ഭാഗം ഇങ്ങനെയാണ്: കുരിശ് ചുമരിൽ വെച്ച് യേശുവിൻ്റെ പുറകെ ചുമന്നുകൊണ്ടുവരുവാൻ നിർബന്ധിച്ചു. ഈ കുരിശ് ശിമയോൻ ചുമക്കുമ്പോഴും ശിമയോനെ നയിക്കുന്നത് കർത്താവാണ്. കർത്താവിൻ്റെ പിന്നാലെയാണ് ശിമയോൻ കുരിശ് ചുമക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുരിശുകളോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കുരിശുകൾ നമ്മൾ ചുമക്കുകയാണെങ്കിൽ, ഒരു സഹായമായ രീതിയിൽ നമ്മൾ അവരെ സഹായിക്കുകയാണെങ്കിൽ, രക്ഷയല്ല നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. നമ്മൾ അവരെ ഒരു സഹായം മാത്രമാണ് ചെയ്യുന്നത്. അവരുടെ ജീവിതത്തിൽ രക്ഷ നൽകുന്നത് കർത്താവാണെന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ
ആരെങ്കിലും സഹായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു ചിന്തയാണ്, ഞാൻ അവനെ രക്ഷിച്ചു, ഞാൻ അവനെ സഹായിച്ചു. അവനെ സഹായിക്കുക മാത്രമാണ്, അവനെ രക്ഷിക്കുന്നത് കർത്താവാണ് എന്നാണ് ഈ വചനം പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു അഹങ്കാരം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ വചനം നമ്മളെ വീണ്ടും പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. നീ കുരിശു ചുമക്കുമ്പോഴും, നീ ആരുടെയെങ്കിലും കുരിശു ചുമക്കുമ്പോഴും നയിക്കുന്നത് കർത്താവാണെന്നാണ്. ഈ നോമ്പ് കാലങ്ങളിൽ നമുക്ക് കർത്താവിനോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്: കർത്താവേ, അങ്ങ് നിർബന്ധിതമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചുമക്കുന്ന കുരിശുകൾ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് ഈ നോമ്പ് കാലങ്ങളിൽ നാളത്തെ വിശുദ്ധ കുർബാനയിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നല്ല ഒരു ഞായറാഴ്ച ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.